മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പും വളരെ വലിയ സ്ഥാനം ലഭിക്കപ്പെട്ട മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. അബൂജഹലിനെ പോലെ മറ്റുള്ള മുശ്രിക്കുകളിലെ പ്രമുഖന്മാരായ നേതാക്കളെ പോലെ ഉയർന്ന സ്ഥാനമാനങ്ങളായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അവർക്കിടയിൽ ഇസ്ലാമിന് മുമ്പും ഉണ്ടായിരുന്നത്. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ധാരാളം പീഡനങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളുമാണ് അനുഭവിച്ചിട്ടുള്ളത്. എന്നിരുന്നിട്ട് പോലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. തീർച്ചയായും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, ഞാനൊരു മുസ്ലിമായി തീരുന്നതിന് മുമ്പ്, എന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ആ ഒരു സമൂഹത്തിന്റെ കൂടെ ഞാൻ നിലകൊള്ളുമ്പോൾ ഏറ്റവും അധികം നിന്ദ്യനായ ഒരു വ്യക്തിയായിട്ടാണ്, ഒരു സമൂഹത്തിലായിരുന്നു നാം ഉണ്ടായിരുന്നത്. എന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടി, ഒരു മുസ്ലിം വ്യക്തിയായി മാറിയതോടുകൂടി അള്ളാഹു നമുക്ക് പ്രതാപം നൽകി, ഇസ്സത്ത് നൽകി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമിലേക്ക് വരുമ്പോൾ മാത്രമാണ്, മുസ്ലിമായി ജീവിക്കുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് യഥാർത്ഥ പ്രതാപം, ഇസ്സത്ത് ലഭിക്കുന്നത്. ആ ഇസ്ലാമിലൂടെ അല്ലാതെ വല്ലവനും വല്ല ഇസ്സത്തും പ്രതാപം തേടുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹു അവനെ നിന്ദ്യനാക്കി, അപമാനിതനാക്കി മാറ്റുമെന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. താൻ സ്വീകരിച്ച ഇസ്ലാം കൊണ്ട് അഭിമാനം കൊള്ളാൻ, സന്തോഷിക്കാൻ, അത് ആർജവത്തോടുകൂടി എടുത്തു പറയാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്.